പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് മാഷ് ക്ലാസിക്കലും ചെയ്യുന്നെങ്കിൽ പോയി സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ക്ലാസിക്കൽ ക്ലാസിക്കലിന് ലഘു അതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. അതായത് ക്ലാസിക്കൽ പാടുന്ന ഒത്തിരി പേരുണ്ട്, കച്ചേരി ചെയ്യുന്നവർ എത്രയോ പേരുണ്ട്, കറക്റ്റായിട്ട് കച്ചേരി. പക്ഷെ അവർക്കെല്ലാം അതിനെ ലളിതവൽക്കരിച്ച് സിനിമാറ്റിക് ആക്കാൻ പറ്റില്ല, എല്ലാവർക്കും പറ്റില്ല അല്ലേ? പല പേർക്കും അതിനകത്ത് കൂടുതൽ അത് വരും, ക്ലാസിക്കൽ വരും മ്യൂസിക്. പക്ഷെ ഇത് ലളിതമാക്കാൻ പറ്റിയെന്നുള്ളതാണ്. സാധാരണക്കാർക്ക് പോലും ശരിക്കും അതൊരു പാമരനും പണ്ഡിതനും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന പാട്ടില്ല മാഷിന്റെ പാട്ട്. എല്ലാവർക്കും പാടാൻ പറ്റില്ലെങ്കിൽ പോലും ഇപ്പൊ പക്ഷെ എല്ലാവരും പാടുന്നുണ്ട്, കുട്ടികളൊക്കെ അസലായിട്ട് പാടാം. ഇപ്പൊ ഒരു കൊച്ചു വിശ്വജിത്ത് എന്നൊരു പയ്യനാണ് ഇപ്പൊ നമ്മുടെ രവീന്ദ്ര സംഗീതോത്സവത്തിൽ പാടിയത് ഈ രാമകഥ. ഞാനൊക്കെ നാശപ്പെടി, ഇതൊക്കെ മാഷ ചെയ്യുന്ന സമയത്ത് ദാസേട്ടൻ അല്ലാതെ വേറെ ആരും പാടില്ല എന്നാ പറയുന്നത്. ഇങ്ങനൊക്കെ ചോദിച്ചാൽ അങ്ങനെ മാഷെ പാടുന്ന ചോദിക്കുമ്പോൾ അത് പാടാൻ പറ്റുന്നൊരു പാടിയാൽ മതി എന്നാ മാഷ പറയുക. അങ്ങനെ എല്ലാവരും ഒന്നും എൻ്റെ പാട്ട് പാടണ്ട എന്ന് ചുമ്മാ താമസിക്കെങ്കിലും പറയും. പക്ഷെ ഇന്ന് കുട്ടികളൊക്കെ എടുത്തിട്ട് റിസലായിട്ട് പാടുന്നത്. ഈ ഒരു കൊച്ചുകുട്ടി ഒരു 10 വയസ്സ് തന്നെ ഉണ്ടാവുള്ളൂ തോന്നുന്നു, വിശ്വജിത്ത് ഒരു പയ്യൻ ചെന്നിട്ട് രാമകഥ എടുത്ത്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ പാടുമായിരിക്കുമെന്ന് വെച്ചാൽ ഈ നോട്ട്സ് എല്ലാം ഇതെല്ലാം സ്വരങ്ങളൊക്കെ അസലായിട്ട് പാടിയ കുട്ടികളൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ പാടാൻ അങ്ങനത്തെ ഒരു കഴിവ് ഉള്ളവർക്ക് പറ്റുന്നുണ്ട്.